തളി ക്ഷേത്രത്തിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. ദീപക്, തളി ക്ഷേത്രത്തിലും നല്ല തിരക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഈ തളി മഹാക്ഷേത്രം മലബാറിലെ പ്രധാന ശിവക്ഷേത്രമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാ വാഹനങ്ങൾ പോലും നിരവധി വാഹനങ്ങൾ വന്ന് ഇവിടെ മുൻഭാഗം ബ്ലോക്ക് ആവുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമ്മൾ പോകുമ്പോൾ ഇതാ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ അകത്തേക്ക് കയറി രാവിലെയുള്ള പൂജ, വിശേഷാൽ പൂജ തൊഴുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിൽ ചേന്നാസ് ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെയും അതുപോലെ ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിലാണ് ഇന്നത്തെ തളിയിലെ പ്രധാനമായ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. രാജേഷ്, വിപുലമായ ഒരുക്കങ്ങളാണ്, പ്രത്യേകിച്ചും തന്ത്രിമാർ പങ്കെടുക്കുന്ന പ്രത്യേക പൂജയും. അതെ, തീർച്ചയായിട്ടും കോഴിക്കോടിൻ്റെ ചരിത്രമുറങ്ങുന്ന ക്ഷേത്രമാണ് തളി മഹാക്ഷേത്രം. അതിൻ്റെ പ്രൗഢിയോടുകൂടി തന്നെയാണ് ഈ പ്രാവശ്യത്തെ ശിവരാത്രി മഹോത്സവം ഞങ്ങൾ കൊണ്ടാടുന്നത്. 3 ദിവസമായി വളരെയധികം ജനത്തിരക്ക്, ഭക്തജനങ്ങളുടെ തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേവസ്വവും ഉത്സവാഘോഷ കമ്മിറ്റിയും ചേർന്ന് വളരെ വിപുലമായ ഒരുക്കങ്ങളാണ്. അതോടൊപ്പം തന്നെ തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ 108 കുടം അഭിഷേകവും അതുപോലുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇതെല്ലാം ഞങ്ങളെ സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ ചൈതന്യം ഉച്ചസ്ഥായിയിൽ എത്തി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ജനത്തിരക്കിൽ നിന്ന്. താങ്ക് യു രാജേഷ്. SKN ഇത് തന്നെയാണ് ക്ഷേത്രത്തിലെ വലിയ തിരക്ക്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ തന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള ചേന്നാസ് നാരായണ നമ്പൂതിരിപ്പാടിന്റെയും കൃഷ്ണ നമ്പൂതിരിപ്പാടിന്റെയും നേതൃത്വത്തിലുള്ള വലിയ ചടങ്ങുകളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ഇനി ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് ടോബി ജോൺസൺ കൂടി ചേരുന്നു. ടോബി, ഗുഡ് മോർണിംഗ്. പറയൂ, അവിടെയും തിരക്കുണ്ടാകുമല്ലോ? SKN, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നത്തെ ദിവസം അത് വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. ഈ ശിവരാത്രി ദിവസം ഈ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ക്ഷേത്രങ്ങളാണ്, ശിവക്ഷേത്രങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അതുപോലെ തന്നെ കടുത്തുരുത്തിയിലെ തളി ക്ഷേത്രമുണ്ട്, ഒപ്പം തന്നെ വൈക്കത്ത് മഹാദേവ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിലും ഇന്നേ ദിവസം സന്ദർശനം നടത്തുക, ദർശന പുണ്യം നേടുക എന്നുള്ളത് അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു ഭക്തജനങ്ങൾക്ക് ഈ 3 ക്ഷേത്രങ്ങളിലും ഒരുപോലെ പോയി ആ ഒരു സാഫല്യം നേടുന്ന ഒരു ദിവസം കൂടിയാണ്. അതൊരു ഭാഗ്യമായി തന്നെയാണ് വിശ്വാസികൾ കാണുന്നത്. എന്തായാലും ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും രാവിലെ തന്നെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അതിനുശേഷം വിശേഷാൽ പൂജകളിലേക്ക് കടന്നിട്ടുണ്ട്. മഹാശയന പ്രദക്ഷിണം നടക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ഈ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് രാവിലെ മുതൽ തന്നെ ഭക്തരാണ് ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, നാളെയാണ് ഇവിടുത്തെ ഉത്സവത്തിന്റെ കൊടിയേറുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് ഇത്തവണയുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വൈക്കം ക്ഷേത്രത്തിലെ കാര്യം പറയുകയാണെങ്കിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ട് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവിടെയും നിരവധി വിശ്വാസികൾ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രാവിലെ മുതൽ തന്നെ ആളുകളെല്ലാം എത്തി ഈ പൂജകളിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കിവിടെ കുറച്ച് ഭക്തരെത്തിയിട്ടുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളിലും പോകുന്നുണ്ടോ? വൈക്കം, കടുത്തുരുത്തി എവിടെയൊക്കെ പോകുന്നുണ്ടോ? പോകാറുണ്ട്. ഇവിടെ രാവിലെ തന്നെ എത്തിയതാണോ? അതെ, ഞങ്ങൾ 5:30 എത്തി. എല്ലാ വർഷവും എത്താറുണ്ട്? എല്ലാ വർഷവും എത്താറുണ്ട്. ഭക്തർ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉത്സവകാലം കൂടിയാണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശിവരാത്രി ദിവസം ആയിരക്കണക്കിന് ഭക്തരാണ്. നമ്മൾ എടുത്തു പറയേണ്ടത് കോട്ടയം ജില്ലയിൽ നിരവധി ശിവക്ഷേത്രങ്ങളുണ്ട്, തിരുനക്കരയുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ദിവസം ഭക്തർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകൾ ഇങ്ങനെ ഏറ്റുമാനൂര്, കടുത്തുരുത്തി, വൈക്കം അങ്ങനെ സഞ്ചരിച്ച് ഈ ക്ഷേത്രങ്ങളിലെല്ലാം സഞ്ചരിച്ച് പോകുന്നത്. എന്തായാലും നിരവധി ആളുകളാണ് ഈ ക്ഷേത്രങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ.